അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ നമുക്ക് സ്പോക്കൺ അറബിക്കിലെ ഈ സീരീസിലെ നാലാമത്തെ വീഡിയോ ആണ്. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. അപ്പൊ എല്ലാവരും ഉപയോഗപ്പെടുത്തുക. ഇത് അറബി ഭാഷ പഠിക്കാൻ ഏറ്റവും നല്ല ഒരു അവസരമാണ്. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഖുർആൻ ഓതുമ്പോൾ നമുക്ക് അതിന്റെ അർത്ഥം ഇതില് പരിഭാഷ നോക്കാതെ തന്നെ നമുക്ക് ഓതുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അറബി ഭാഷയിൽ നല്ലൊരു കഴിവുണ്ടാവും. എല്ലാവരും ഉപയോഗപ്പെടുത്തുക. നമുക്ക് തുടങ്ങാം. ഇൻദമാ ദഖൽതുൽ ബൈത്ത. ആദ്യത്തെ വരികയാണ് ഇൻദമാ ദഖൽതുൽ ബൈത്ത. അതിന്റെ അർത്ഥം ഞാൻ ഈ വൈറ്റ് ഇങ്കില് എഴുതിയിട്ടുള്ള സെന്റൻസിന്റെ അർത്ഥം വൈറ്റ് ഇങ്കില് തന്നെ അർത്ഥങ്ങളും എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതിയിട്ടുണ്ട്. അത് എല്ലാവരും നോക്കി ശ്രദ്ധിച്ച് പഠിക്കുക. ഇൻദമാ ദഖൽതുൽ ബൈത്ത. ഇൻദമാ എന്ന് പറഞ്ഞാല് ബെൻ, അറ്റ് ദ ടൈം എന്നൊക്കെ അർത്ഥം. ഇൻദമാ. ദഖൽതു ഐ എന്റേഡ്. ദഖൽതു ഐ എന്റേഡ് അൽ ബൈത്ത ദ ഹൗസ്. ഞാൻ വീട്ടിൽ പ്രവേശിച്ചപ്പോൾ, ഞാൻ വീട്ടിൽ കടന്നപ്പോൾ. ഇൻദമാ ദഖൽതുൽ ബൈത്ത, ഞാൻ വീട്ടിൽ കടന്നപ്പോൾ. വജത്തു സൗജത്തി. വജത്തു സൗജത്തി, ഐ സോ മൈ വൈഫ്. വജത്തു സൗജത്തി, ഐ സോ മൈ വൈഫ്. ജാലിസത്തൻ, ഇരിക്കുന്നതായിട്ട്. വജത്തു സൗജത്തി, എന്റെ വൈഫിനെ ഞാൻ കണ്ടു. ജാലിസത്തൻ, ഇരിക്കുന്നതായിട്ട്. ഫിസ്വാലത്തി, ഫിസ്വാലത്തി, ഹാളിൽ. ഫിസ്വാലത്തി, ഹാളിൽ. എങ്ങനെ ഇരിക്കുന്നതായിട്ട്? തൽമാഉ അലാഫിറഹ. തൽമാഉ, she shines. She shines, polish. She polished അലാഫിറഹ, her nails. അവരുടെ നഖങ്ങൾ പോളിഷ് ചെയ്ത് ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ഇൻദമാ ദഖൽതുൽ ബൈത്ത. ഇൻദമാ ദഖൽതുൽ ബൈത്ത, ഞാൻ വീട്ടിൽ കടന്നപ്പോൾ. when I entered the house, വജത്തു സൗജത്തി, I saw my wife. ജാലിസത്തൻ ഫി സ്വാലത്തി. ഫി സ്വാല. സ്വാല എന്ന് പറഞ്ഞ ഹാള്, വീടിന്റെ ഹാള്. ജാലിസത്തൻ, ഇരിക്കുന്നതായിട്ട്, ഹാളിൽ ഇരിക്കുന്നതായിട്ട്. എങ്ങനെ ഇരിക്കുന്നതായിട്ട്? തൽമാവു അലാഫിറഹ. തൽമാവു, ഷീ പോളിഷ്. പോളിഷിങ് അലാഫിറഹ, ഹെർ നെയിൽസ്. അലാഫിർ, ലഫർ എന്ന് പറഞ്ഞാല് നഖം. അലാഫിർ, നഖങ്ങൾ. അലാഫിറഹ, നഖങ്ങൾ പോളിഷ് ചെയ്യുന്നതായിട്ട്. I found my wife sitting in the hall and shining her nails. ഇവിടെ മലയാളത്തിലെ അർത്ഥം, ഞാൻ വീട്ടിൽ കടന്നപ്പോൾ എന്റെ ഭാര്യ ഹാളിൽ ഇരുന്ന് നഖം മിനുക്കുന്നതായിട്ട് കണ്ടു. അപ്പോ ഇനി അടുത്തത് അലത്വാവിലത്തി. അലത്വാവിലത്തി അശാഉൻ. അലത്വാവിലത്തി എന്ന് പറഞ്ഞാല്, അല എന്ന് പറഞ്ഞാല് അല എന്ന് പറഞ്ഞാല് ഓൺ. അലത്വാവിലത്തി, ഓൺ ദ ടേബിൾ. അശാഉൻ, ഡിന്നർ. ഓൺ ദ ടേബിൾ, there is dinner on the table. പിന്നെ ഇൻദമാ റഅയ്തു. ഇൻദമാ റഅയ്തു, when I saw ഹാദൽ മൻളറ, ഈ സീൻ. ഏത് സീന്? നേരത്തെ സെന്റൻസിൽ പറഞ്ഞ പോലെ ആ നഖം മിനുക്കി ഇരിക്കുന്ന ആ സീന് കണ്ടപ്പോൾ. ഇൻദമാ റഅയ്തു ഹാദൽ മൻളറി, when I saw this scene. സുദ്ദത്ത്. സുദ്ദത്ത് എന്ന് പറഞ്ഞാ I lost. സുദ്ദത്ത്, ലോസ്റ്റ് അല്ലെങ്കിൽ ബ്ലോക്ക്ഡ്. സുദ്ദത്ത് ഷഹിയത്തി,
എന്റെ അപ്പിറ്റൈറ്റ്, വിശപ്പ്, അപ്പിറ്റൈറ്റ്. സുദ്ദത്ത് ഷഹിയത്തി അതിന് ത്വാമി ഫോർ ഫുഡ്. എന്റെ ഐ ലോസ്റ്റ് മൈ അപ്പിറ്റൈറ്റ് ഫോർ ഫുഡ്. അലത്താവിലെത്തി, ഒന്നുകൂടി അലത്താവിലെത്തി, മേശമേൽ ഹസാഉൻ ഡിന്നർ. There is dinner on the table. عندما رأيت هذا المنظر, when I saw this scene, സുദ്ദത്ത് ഷഹിയത്തി എന്റെ അപ്പിറ്റൈറ്റ്, എന്റെ വിശപ്പ് ബ്ലോക്കായി, ലോസ്റ്റ്. അതിന് ത്വാമി ഫോർ ഫുഡ്, ഭക്ഷണത്തോടുള്ള എന്റെ ആഗ്രഹം നശിച്ചു. Dinner is on the table. When I saw this scene, I lost my appetite for food. പിന്നെ രാത്രി ഭക്ഷണം മേശമേൽ ഉണ്ട്. ഈ കാഴ്ച ഞാൻ കണ്ടപ്പോൾ ഭക്ഷണത്തോടുള്ള ആഗ്രഹം എനിക്ക് നഷ്ടപ്പെട്ടു. അതിന്റെ പ്രൊനൗൺസിയേഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോ അതൊക്കെ പഠിക്കാൻ പറ്റും. ഇനി അടുത്തത്. അപ്പൊ അങ്ങനെ ഇതൊക്കെ കണ്ടപ്പോ ചിന്തിക്കുകയാണ്, അഹ്യാനൻ, സംടൈംസ്, അഹ്യാനൻ, സംടൈംസ്, ഉഫക്കിറു, ഉഫക്കിറു, ഐ തിങ്ക് ഫി നഫ്സി, മൈസെൽഫ്. അഹ്യാനൻ, സംടൈംസ്, ഉഫക്കിറു ഫി നഫ്സി, എന്റെ ഞാൻ തന്നെത്താൻ, ഐ തിങ്ക്. എന്താ അമാക്കാന, അമാക്കാന, അമാ എന്ന് പറഞ്ഞാല് ഇഫ് നോട്ട്, അമാക്കാന എന്ന് പറഞ്ഞ വാസ് നോട്ട്, അമാക്കാന ഇത് ആ ഇസ്തിഫാമിന്റെ ഹംസാണ്. അതായത് ചോദ്യം ചോദിക്കാനുള്ള ഒരു വാക്കാണ് ആ എന്ന് പറയുന്നത്. ആ മാക്കാന, ആ മാക്കാന വാസ് നോട്ട് മിനൽ അഫ്ളി, ബെറ്റർ, വാസ് നോട്ട് ബെറ്റർ, was not better. ലൗ അന്നനി, ഞാൻ തസവ്വജുത്തംറാത്തൻ, ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചിരുന്നുവെങ്കിൽ, ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചിരുന്നുവെങ്കിൽ, തുജയ്യിദു തഹിയ, who knows cooking, തുജയ്യിദു തഹിയ, തഹിയ cooking, തുജയ്യിദു good for cooking. വതദ്ബീർ ഉമൂർ മൻസിലിയ, വതദ്ബീർ എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ്, വതദ്ബീർ ഉമൂർ മൻസിലിയ, വീട്ടുകാര്യങ്ങൾ മാനേജ് ചെയ്യാനും കുക്കിങ്ങിലും നല്ല അറിയുന്ന അവളുമായ ഒരു സ്ത്രീയെ ഞാൻ കല്യാണം കഴിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ടെന്ന് ആണ്. അപ്പൊ അത് ഒരു ജസ്റ്റ് ഒരു സ്റ്റോറിയുടെ ഒരു ഭാഗമാണ്, അതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, പാചകം ചെയ്യാനും വീട്ടുകാര്യങ്ങൾ നിയന്ത്രിക്കാനും കഴിവുള്ളവളെ വിവാഹം കഴിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പോ ഇത് ജസ്റ്റ് ഫോർ പഠിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോ ഉപയോഗപ്പെടുത്തുക. അഹ്യാനൻ ഉഫക്കിറു ഫി നഫ്സി, പലപ്പോഴും ഐ യൂസ് ടു തിങ്ക്. ആ മാക്കാന എന്ന് പറഞ്ഞാൽ വാസ് നോട്ട് മിനൽ അഫ്ളലി, ബെറ്റർ, നല്ലതായിരുന്നില്ലയോ എന്ന് അർത്ഥം. മാക്കാന മിനൽ അഫ്ളലി ലൗ അന്നനി, ഞാൻ തസവ്വജുംറാത്തൻ, ഒരു സ്ത്രീയെ വിവാഹം ചെയ്തിരുന്നുവെങ്കിൽ, തുജയ്യിദു താമ, തഹിയ എന്ന് പറഞ്ഞാല് കുക്കിംഗ് അറിയുന്നവളും, വതദ്ബീറൽ ഉമൂറിൽ മൻസിലിയ, വീട്ടുകാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിവുള്ളവളുമായ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അതാണ്. അപ്പോ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.